പേര് പ്രവീൺ കുമാർ എന്നാണ്. ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2023 തൊട്ട് ഒരു വീടിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. 2025 ഏപ്രിൽ 27 പാലാച്ച് കഴിഞ്ഞ് വീട് ഇപ്പം ഫുള്ളി ഫിനിഷ് ആയി. ഇപ്പം വീട് കണ്ടിട്ട് മൊത്തത്തിൽ നമുക്കൊരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ ആണ്. തുടക്കം തൊട്ട് ഞാൻ വീടിനെ പറ്റി ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ സമയങ്ങളിൽ പർച്ചേസും കാര്യങ്ങളും എല്ലാം വിഷ്ണുരാജ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം നോക്കിയും കണ്ടും എല്ലാം ചെയ്തത്. പെയിന്റിങ്ങിന്റെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് അത് അവര് കോൺട്രാക്ടേഴ്സ് വന്നിട്ട് നമുക്ക് അതിന്റെ കളേഴ്സും അങ്ങനെയുള്ള കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ സെലക്ട് ചെയ്തതിനകത്ത് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരതിന്റെ പോരായ്മകളും ഇതെല്ലാം പറഞ്ഞു തന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല കോൺട്രാക്ടർമാരും നമ്മളെ സമീപിച്ചായിരുന്നു. പല റേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം അതിനകത്ത് നിന്ന് തന്നെ എനിക്ക് കൂടുതൽ അനുയോജ്യമായത് ഈ കെയറിൻ്റെ വർക്കാണെന്ന് എനിക്ക് തോന്നി. അവരുടെ വർക്ക് ഞാൻ നേരത്തെ 2-3 ഇതൊക്കെ പോയി കണ്ടായിരുന്നു. സൈറ്റൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനെയാണ് വിഷ്ണുരാജിലേക്ക് എത്തുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളോടും പല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും ഇന്നത്തെ മാർക്കറ്റിലെ റേറ്റും അതിൽ പെട്ടെന്നുണ്ടാകുന്ന വേരിയേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു അവബോധം തന്നിട്ടുണ്ട്. എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് വിഷ്ണുവായിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത്. ഞാനൊരു 20 കൊല്ലമായിട്ട് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ബ്രദർ ഇതുപോലെ വിഷ്ണുവിൻ്റെ പ്രപ്പോസലുമായിട്ട് വന്നപ്പം ആദ്യം നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് സക്സസ് ആവുമോ, വിഷ്ണു എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കൺസേൺ ഉണ്ട്. നമുക്കെല്ലാം അങ്ങനെയുള്ള കൺസേൺ വരും. കാരണം നമ്മൾ ആടേണ്ടതായിട്ടുള്ള മണി ആണ് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ ചെയ്ത വലിയ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടല്ല, ചെറിയ വീടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഒരു കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കറിയാം അറ്റ് ദ എൻഡ് ഏത് രീതിയിലാണ് പുള്ളി അത് ഡെലിവർ ചെയ്യാൻ പോകുന്നത്, അല്ലെ എൻഡ് പ്രോഡക്റ്റ് ഏത് രീതിയിലാണെന്ന് അറിയാം. എസ്പെഷ്യലി ഞാനൊരു കോമൺ മാൻ അല്ല, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്കറിയാം. ഈ പറഞ്ഞ ഇപ്പം നമ്മൾ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്നോട്ട് എക്സ്കവേഷൻ എല്ലാം ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്നുണ്ട് ആദ്യം മുതലേ. ഈ കെയർ അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. അവർ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്തു. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് മെറ്റീരിയൽ ആണെങ്കിലും വർക്ക്മാൻഷിപ്പ് ആണെങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അഡീഷണൽ വർക്കിന് വിഷ്ണുവിനെ ഡിപ്പെൻഡ് ചെയ്തു. അതൊക്കെ വിഷ്ണു നല്ല രീതിയിൽ തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം നിങ്ങൾ വെക്കാൻ പോകുന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും അതല്ല അതിന് മുകളിലൊരു 3500 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിലും ധൈര്യമായിട്ട് വിഷ്ണുവിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഒരാൾ വർക്ക് ചെയ്യുന്ന സ്റ്റൈല് കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം എന്താണ് അറ്റ് ദ എൻഡ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. എൻഡ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്നോട്ട് ഇത് ഫിനിഷ് ചെയ്ത് നമ്മുടെ കയ്യിൽ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷൻ എടുക്കേണ്ടിയോ വന്നിട്ടില്ല. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, പുള്ളി ഒരു ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇവിടെ സൂപ്പർവിഷന് വരുന്നുണ്ടായിരുന്നു. ഏത് മെയിൻ ആക്ടിവിറ്റി നടക്കുമ്പോഴും 2-3 പ്രാവശ്യം വരുന്നുണ്ട്. സൂപ്പർവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും കുറേ സബ് കോൺട്രാക്ടേഴ്സിനെ കൊണ്ടുവന്ന് സൈറ്റിൽ ഇട്ടിട്ട് അവർ വർക്ക് ചെയ്യട്ടെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോൺട്രാക്ടർ ഹൗസ് ഓണർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സർവീസസ് ഇതൊക്കെയാണ്. ഇതെല്ലാം വിഷ്ണു വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പേയ്മെൻറ്റ് ടേംസ് ആണെങ്കിലും വിഷ്ണു വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു നമ്മളെടുത്ത്. പിന്നെ നമ്മളിപ്പം നമ്മുടെ സ്കോപ്പിലല്ലാത്ത പല കാര്യങ്ങളും വിഷ്ണുവിനെ ഡിപ്പെൻഡ് ചെയ്തു ചെയ്യാനായിട്ട്. ഫർണിച്ചറോ അല്ലെങ്കിൽ ഇൻറ്റീരിയറോ ഒക്കെ അതൊക്കെ വിഷ്ണുവിൻ്റേതായ രീതിയിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ വെച്ചിട്ട് എന്നാൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഹൗസ് ഓണർക്ക് കിട്ടത്തക്ക രീതിയിൽ തന്നെ അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സൈഡിൽ ലാഗ് വരികയോ അല്ലെങ്കിൽ നമ്മൾ ആസ് എ ഓണർ നമ്മൾ വിഷ്ണുവിനെ വിളിച്ചിട്ട് പണി ഇന്ന ദിവസം പ്ലാൻ ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ല. വിഷ്ണു അതെല്ലാം പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് വിഷ്ണു വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിൻ്റെ ഗുണം നമ്മളുണ്ടാക്കുന്ന ബിൽഡിങ്ങിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം ഓൾ ദ ബെസ്റ്റ് വിഷ്ണു. ഇനിയും കൂടുതൽ കോൺട്രാക്ട്സ് വരട്ടെ. താങ്ക്സ് ടു വി കെയർ ആൻഡ് വിഷ്ണു. Thanks to We Care Construction.